ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇന്ന് ചരിത്ര നിമിഷമാണല്ലോ. സംസ്ഥാനത്തിനും രാജ്യത്തിനാകമാനവും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന്. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി. ഔദ്യോഗികമായി തന്നെ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടും ലോകത്തിലെ തന്നെ വലിയ സീപോർട്ടുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്ന സീപോർട്ടുമാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. വിഴിഞ്ഞത്തിലൂടെ തെക്കേ ഇന്ത്യയിലെ പുത്തൻ വ്യവസായ വിപ്ലവത്തിനാവും തുടക്കമിടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിഴിഞ്ഞം വഴി വളരെ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര വിപണികളിൽ എത്താനാകും. നിലവിലെ ഏകദേശം 2000-ഓളം പേർക്ക് തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് 2028 ആകുമ്പോഴേക്കും അത് 5500 ആകും എന്നാണ് പറയപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചു തന്ന, പ്രകൃതി അനുഗ്രഹിച്ചു തന്ന ഒരുപാട് പ്രത്യേകതകൾ ഇപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. ഷിപ്പിംഗ് മേഖലയിൽ ആഗോളതലത്തിൽ വിഴിഞ്ഞം പോർട്ട് അറിയപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന്റെ തന്നെ സമുദ്ര വാണിജ്യ മേഖലയുടെ പ്രവേശന കവാടമാകും വിഴിഞ്ഞത്തിന്റെ മറ്റൊരു പ്രത്യേകത. പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവിക ആഴമുള്ള ശാന്തമായ കടൽ തീരം എന്നതാണ് അതിലേറ്റവും പ്രത്യേകത. അതുമാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് വിഴിഞ്ഞത്തിന്റെ സ്ഥാനം ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്കും ഈ തുറമുഖത്ത് അടുക്കുവാൻ സാധിക്കും. ഇതും വിഴിഞ്ഞത്തിന്റെ വളരെ വലിയ പ്രത്യേകതകളാണ്. വിഴിഞ്ഞത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ 8 മുതൽ 14 വരെ നൂറ്റാണ്ടുകൾ ഇടയിലുള്ള സമയങ്ങളിൽ അവിടെ വലിയ തുറമുഖം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിനിടയ്ക്ക് ആയി രാജവംശം എന്നൊരു രാജവംശം ഈ വിഴിഞ്ഞം ഏരിയകളിലൊക്കെ ഭരിച്ചിരുന്നു. അവരുടെ കാലത്താണ് തുറമുഖം ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ചോളന്മാരുടെ അക്രമത്തിലാണ് അത് നശിച്ചു പോയതും എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിനുശേഷം 1940 ശ്രീചിത്ര തിരുനാളിന്റെ കാലത്ത് തുറമുഖം വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടി പഠനങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് കേരള രൂപീകൃതമായതിനു ശേഷം 1990-കളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയാവുന്നത്. പിന്നീട് പല കടമ്പകളിൽപ്പെട്ട് അത് യാഥാർത്ഥ്യമായില്ല. പിന്നീട് 2015-ലാണ് തുറമുഖ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സംരംഭകരായ അദാനി ഗ്രൂപ്പുമായി PPP മാതൃകയിൽ തുറമുഖം നിർമ്മിക്കുന്നതിന് കരാറൊപ്പിടുന്നത്. 2019 കരാർ അനുസരിച്ച് പൂർത്തിയാവേണ്ടതെങ്കിലും പ്രകൃതി ദുരിതങ്ങൾ നമുക്കറിയാമല്ലോ. ഒരുപാട് പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടായ അവസരത്തിൽ അത് യാഥാർത്ഥ്യമായില്ല. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിലൂടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ പുത്തൻ വ്യവസായ വിപ്ലവത്തിന് തുടക്കമാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. സമുദ്ര വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യത അവരും ഉപയോഗപ്പെടുത്തും. ഏതായാലും അഭിമാനത്തോടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തല ഉയർത്തി നിൽക്കട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് വിഴിഞ്ഞം പോർട്ടിനെ നമുക്ക് ഹാർദമായി വരവേൽക്കാം. നിർത്തുകയാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന കഴിഞ്ഞ നിലയ്ക്ക് അതേക്കുറിച്ച് നമ്മൾ 2 വാക്ക് പറയാതിരിക്കുന്നത് ഒരു കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വിശദമായി വിഴിഞ്ഞത്തെക്കുറിച്ച് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയത്. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ ഉടനെ വരാം. നന്ദി, നമസ്കാരം.